സിയാൻ അവന്റെ ഉമ്മുമ്മയുടെ കൂടെയാണ് കഴിയുന്നത്. കുഞ്ഞുനാളിൽ തന്നെ സിയാന് 2 വയസ്സുള്ളപ്പോൾ ഉപ്പ ഉമ്മയെയും അവനെയും ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു പോയി. അതോടുകൂടി ഉമ്മുമ്മയുടെ വീട്ടിലാണ് അവനും ഉമ്മയും കഴിഞ്ഞത്. സിയാന് 3 വയസ്സാകുമ്പോഴേക്കും ഉമ്മയും വേറെ കല്യാണം കഴിച്ചു. പിന്നെ ഉമ്മുമ്മയും അവനും മാത്രമായി ആ വീട്ടിൽ. ജീവിക്കാൻ ഗതിയില്ലാതായി. 3 വയസ്സുള്ള ഒരാൺകുഞ്ഞിനെയും കൊണ്ട് ആ പാവം വൃദ്ധ എന്ത് ചെയ്യാനാണ്? റേഷൻ ഷോപ്പിൽ നിന്നും അരി മാത്രം സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. പക്ഷേ അതിനൊരു കറിക്കൂട്ടുണ്ടാക്കാനുള്ള വകയൊന്നുമില്ല. കറിയില്ലെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഭക്ഷണം ചോറാണെന്നുള്ള വസ്തുത മകനും മനസ്സിലാക്കി. പാവം, തൊഴിലൊന്നുമില്ലാതെ പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോൾ ആ ഉമ്മുമ്മ കൈക്കുഞ്ഞായ അവനെയും കൊണ്ട് അയൽവീടുകളിലൊക്കെ വീട്ടുജോലിക്ക് സഹായിക്കാൻ ചെന്ന് അവിടെ നിന്നും കിട്ടുന്ന ആഹാരം കൊടുത്താണ് അവൻ്റെ വിശപ്പടക്കാൻ വഴി കണ്ടെത്തിയത്. ഉമ്മുമ്മയാണെങ്കിലും അവൻ ഉമ്മ എന്നാണ് അവരെ വിളിച്ചത്. കാരണം അവൻ ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മുന്നിൽ കാണുന്നത് ആ ഉമ്മുമ്മയെ മാത്രമാണ്. ഓർമ്മ വെക്കുന്നതിന് മുമ്പേ രണ്ടുപേരും അവനെ ഉപേക്ഷിച്ചു പോയില്ലേ? ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അനാഥനായ ആ പാവം ബാലൻ്റെ മാനസികാവസ്ഥ എത്ര വേദനാജനകമായിരിക്കും. അവനെ ഉണ്ടാക്കിയവർ വേറൊരു ലോകത്ത് പരമസുഖത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു വിവാഹത്തിൻ്റെ പേരിൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട ആ കുഞ്ഞു ജന്മം അവരെ മനസ്സറിഞ്ഞ് ശപിച്ചാൽ വെന്ത് വെണ്ണീറാകും ഉണ്ടാക്കിയെന്ന് പറയുന്ന ആ നികൃഷ്ട ജന്മങ്ങൾ. ഒടുവിൽ അവനെ സ്കൂളിൽ അയക്കാനുള്ള പ്രായമായി. എങ്ങനെയെങ്കിലും തൻ്റെ കാലം വരെ ഇവനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം. ഉമ്മുമ്മയുടെ ഉള്ളിൽ അങ്ങനെയൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് പുതിയ അധ്യയന വർഷമായപ്പോൾ അടുത്തുള്ള സർക്കാർ LP സ്കൂളിൽ അവനെ ചേർത്തത്. പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. ഓരോ ക്ലാസ്സിലും അവൻ പഠിച്ച് പഠിച്ച് കയറുന്നത് കണ്ട് ആ ഉമ്മുമ്മ ആഹ്ലാദിച്ചു. വളർന്നു വന്നപ്പോൾ അവൻ ഉമ്മുമ്മയോട് തൻ്റെ മാതാപിതാക്കളെപ്പറ്റി അന്വേഷിച്ചു. അവരൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വേറൊരു കുടുംബജീവിതം നയിക്കുന്ന കാര്യം അവനോട് ഉമ്മുമ്മ പറഞ്ഞു. LPയും UPയും കഴിഞ്ഞ് സിയാൻ ഇപ്പോൾ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലാണ്. ഇതിനിടെ ഉമ്മുമ്മക്ക് പ്രായം കൂടിക്കൂടി വന്നു. അവർ പടുവൃദ്ധയായി. രക്ഷിതാക്കളുടെ മീറ്റിങ്ങിനൊക്കെ അവൻ്റെ ഉമ്മുമ്മയായ ആ ഉമ്മുമ്മ തന്നെ പോയി. സ്കൂളിൽ എല്ലാവർക്കും അവൻ്റെ ഉമ്മുമ്മയെ നല്ല പരിചയമാണ്. അവനെ ഒരു നല്ല നിലയിൽ എത്തും വരെ ആ ഉമ്മുമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ ആ ഉമ്മുമ്മ ഇപ്പോഴും വേലക്കാരിയായി തന്നെ ജോലി തുടരുകയാണ്. ഇതിനിടെ നല്ല മാർക്കോടും മെറിറ്റോടും കൂടി SSLCയും +2വും ഡിഗ്രിയും കഴിഞ്ഞ സിയാൻ IAS വരെ പാസ്സായി. അങ്ങനെ ആദ്യമായി അവൻ്റെ ജില്ലയിൽ തന്നെ അവൻ കലക്ടറായി ജോലിക്ക് വന്നു. അന്ന് അവനെ ആദരിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ ചടങ്ങിൽ പ്രധാന അതിഥിയായി ഉണ്ടായത് ഉമ്മുമ്മയായിരുന്നു. തന്നെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ ഉമ്മുമ്മയാണ് ആദ്യം ആദരിക്കേണ്ടതെന്ന് അവൻ അവിടെ കൂടിയവരോട് വേദനയോടെ പറഞ്ഞു. ഉമ്മുമ്മ തന്നെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയാൻ കലക്ടർ സിയാന് ഒരു മടിയുമുണ്ടായില്ല. കലക്ടറുടെ സ്വന്തം നാട്ടിലുള്ള സ്വീകരണത്തിൻ്റെ ചടങ്ങുകളുടെ പരിപാടി മീഡിയകളിൽ ലൈവ് വന്നത് അവനെ ഉണ്ടാക്കിയ ഉപ്പയും ഉമ്മയും വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് കാണുന്നു. ഒരു വൃദ്ധയായ ഉമ്മുമ്മ തൻ്റെ 3ാം തലമുറയെ പരിപാലിച്ചെടുത്ത് സമൂഹത്തിൽ ഒരു കലക്ടറാക്കിയ കാര്യം ലോകമെമ്പാടും അറിഞ്ഞു. ഇന്ന് സിയാൻ തിരക്കുള്ള ഒരു ജില്ലാ കലക്ടറാണ്. അപ്പോയിൻമെൻ്റ് ഓർഡർ എടുക്കാതെ അവനെ കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയായി. കലക്ടർക്കുള്ള പ്രത്യേക ഔദ്യോഗിക വസതിയിലാണ് അവനും ഉമ്മുമ്മയും താമസിക്കുന്നത്. നാട്ടിലുള്ള പലരും അവനെ കാണാൻ വരുന്നുണ്ട്. പലർക്കും പല സഹായങ്ങളും അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അന്ന് അവനെ കാണാൻ വന്ന അപ്പോയിൻമെൻ്റ് എടുത്ത പലരിൽ പ്രധാനപ്പെട്ട 2 പേരുണ്ടായിരുന്നു. പക്ഷേ അവൻ അതാരാണെന്നറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലത്തെ ഊഴമായിരുന്നു അവരുടേത്. അവൻ്റെ ഉപ്പയും ഉമ്മയുമായിരുന്നു അത്. തങ്ങളുടെ മകനെ നോക്കി കണ്ണീരൊഴുക്കാനേ അവർക്കായുള്ളൂ. ഇവരെന്തിനാ തന്നെ നോക്കി കരയുന്നതെന്ന് അവന് മനസ്സിലായില്ല. അപ്പോഴാണ് ഉമ്മുമ്മ കലക്ടറായ തൻ്റെ പേരക്കുട്ടിക്ക് ഒരു കപ്പ് ചായയും കൊണ്ടുവന്നത്. മോനെ സിയാനെ, നീ ഇത് കഴിക്ക്. ഈ പ്രായത്തിലും ആ ഉമ്മുമ്മ ഇപ്പോഴും അവനെ പരിപാലിക്കുന്നത് കണ്ട് ആ മാതാപിതാക്കൾ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. പൊറുക്കൂ അല്ലാ, ഞങ്ങളോട് പൊറുക്കൂ. തന്നെയും പേരക്കുട്ടിയെയും നോക്കി 2 പേര് നിലവിളിക്കുന്നത് കേട്ട് ഉമ്മുമ്മ അങ്ങോട്ടേക്ക് നോക്കി. അവർ തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞു. കൂടാതെ അവളെ ആദ്യം കല്യാണം കഴിച്ച സിയാൻ്റെ ഉപ്പാനെയും. സിയാനെ, മോനെ, ഇതാണ് നിന്റെ മാതാപിതാക്കൾ.
ഉമ്മുമ്മ ആ പറഞ്ഞത് കേട്ട് സിയാൻ ഞെട്ടിത്തിരിഞ്ഞ് അവരെ നോക്കി. മോനെ! ആർത്തനാദത്തോടെ അവർ രണ്ടുപേരും വന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് സിയാനും കരഞ്ഞുപോയി.